ഇന്നത്തെ വീഡിയോ ഒരു ടെക് ട്യൂട്ടോറിയൽ ഒന്നുമല്ല. എൻ്റെ 5+ ഇയേഴ്സ് കോഡിംഗ് ജേർണിയിൽ ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡിംഗ് ടിപ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനീസ് ഫോളോ ചെയ്യുന്ന കുറച്ച് പാറ്റേൺസ്, അതുപോലെ തന്നെ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും, അത് ഇപ്പോൾ കുറച്ച് വീഡിയോസും ട്യൂട്ടോറിയൽസ് ഒക്കെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ അറിവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇത് കൂടാതെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്ലീൻ കോഡ് റൈറ്റിംഗ് മെത്തേഡ് ആണ്. അതായത് നമ്മളൊരു പുതിയ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം റീഡബിളും മാനേജബിളും ആയിരിക്കണം, അതിന്റെ ഇമ്പോർട്ടൻസും അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സും ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഈ ക്ലീൻ കോഡ് എന്ന് പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ കോഡിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കോഡ് റീഡ് ചെയ്യാൻ ഈസി ആയിരിക്കണം, മോഡിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കണം, അൺനെസസറി ആയിട്ടുള്ള കമന്റ്സ്, ലൈൻസ്, കോംപ്ലക്സിറ്റീസ് ഒന്നും ഈ കോഡിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമ്മളൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു, നമ്മുടെ ടീം ലീഡ് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടാസ്ക് അസൈൻ ചെയ്യുവാണ്. അതൊരു CR ആണ്, അതായത് ഒരു ചേഞ്ച് റിക്വസ്റ്റ് ആണെന്ന് വിചാരിച്ചു. അതായത് ഇപ്പൊ അവർ വന്നിട്ട് പറയും, ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ഇതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഏരിയ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കറന്റ്ലി ഇതിന്റെ കോൺസെപ്റ്റ് ഇതാണ്, ഇതിൽ നിന്ന് ഈ ഒരു സെറ്റ് ഓഫ് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം. അപ്പൊ അവർ പറയും, ഫസ്റ്റ് നീ ഈ കോഡ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസ്കഷൻ വെക്കാന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഈ കോഡ് റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കോഡാണ്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ടുള്ള ആള് നമ്മുടെ കമ്പനിയിലുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ഹെൽപ്പ് ചോദിക്കൂ അല്ലെ. അപ്പൊ അയാളും നമ്മളും കൂടി ഇരുന്ന് ഒരുപക്ഷെ ഈ കോഡ് കോംപ്ലക്സിറ്റി കാരണം ആ എഴുതിയ ആള് തന്നെ ഈ ഒരു കോഡ് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഈ രണ്ട് പാർട്ടീന്റെയും, അതായത് നമ്മുടെയും അതുപോലെ തന്നെ എഴുതിയ ആളുടെയും ഓൾമോസ്റ്റ് ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഈ കോഡ് ഫുള്ള് പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ് വരും. അതിന്റെ റിസൾട്ട് എന്താണ്, ഈ രണ്ടാളുടെയും ഈ ഒരു 3-4 മണിക്കൂർ വേസ്റ്റ് ആവൂലേ. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കോഡ് ഒരു ക്ലീൻ കോഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. സോ എന്റെ ഫസ്റ്റ് ടിപ്പ്, ഡിസ്ക്രിപ്റ്റീവ് നെയിംസ്. അതായത് ഇപ്പൊ നമ്മളൊരു പുതിയ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഒരു ടെൻഷനിലായിരിക്കും അല്ലെ. എനിക്ക് തന്നിരിക്കുന്ന ടൈമിന്റെ ഉള്ളിൽ എനിക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, ടെസ്റ്റിംഗ് പാസ് ആവണം, ഈ വർക്ക് ഒന്ന് റിലീസ് റെഡി ആവണം. അത് നമ്മുടെ ആകെ ഒരു എയിം എന്ന് പറയുന്നത് ഇതായിരിക്കും. അതിന്റെ ഇടയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന്റെയും ഫംഗ്ഷൻസിന്റെയും ഒന്നും നെയിം നമുക്കൊരു മാറ്ററേ ആയിരിക്കില്ല. അതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോഡ് നേരെ കോഡ് റിവ്യൂവറിന്റെ അടുത്തെത്തുമ്പോൾ അങ്ങനെ കോഡ് റിവ്യൂ റീഓപ്പൺ ആവും, നമുക്കൊരു നെഗറ്റീവ് പോയിന്റ്സ് വരും. അതിന്റെ അവര് കോഡ് റിവ്യൂ റീഓപ്പൺ ചെയ്യുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് നമ്മുടെ കോഡ് റീഡബിളും അല്ല, മോഡിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നമ്മുടെ കോഡിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം അതിന്റെ റിക്വയർമെന്റ്. അതായത് ഇപ്പൊ നമ്മൾ കോഡിംഗ് പഠിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ x=10, y=10, z=x+y എന്നൊക്കെ ചെയ്യും. അത് പ്രശ്നമില്ല, നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ x, y, z ഒക്കെ എടുത്ത് കളയണം. എന്നിട്ട് ഈ വേരിയബിൾ എന്താണോ, എന്തിനു വേണ്ടിയിട്ടുള്ള വേരിയബിൾ ആണോ, ആ വേരിയബിളിന്റെ റിക്വയർമെന്റ് ആയിരിക്കണം ആ വേരിയബിൾ നെയിം ആയിട്ട് വരേണ്ടത്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ വിഡ്ത്തും ഹൈറ്റും വേണം അല്ലെ. അപ്പൊ width=10, height=10, ഫൈനലി area=width+height. ഈ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ വേരിയബിൾസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ആണെങ്കിലും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതാമെന്ന് വിചാരിച്ചു. വെറുതെ യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ നെയിം കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. അതേ സമയത്ത് ഫെച്ച് യൂസർ ഡീറ്റെയിൽസ് ഓർ ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് എന്ന് കൊടുത്താൽ ആ ഫംഗ്ഷൻ കാണുമ്പോഴേ ഒരു കമന്റ്സിന്റെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് യൂസർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുന്ന ഒരു PHP, ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷൻ ആണോ ആ ഒരു ഫംഗ്ഷൻ ആണെന്ന്. ഈ വേരിയബിൾ നെയിംസ് പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട വേറൊരു കോൺസെപ്റ്റ് ആണ് നെയിമിംഗ് കൺവെൻഷൻസ്. അതായത് നമ്മൾ വേരിയബിൾസും ഫംഗ്ഷൻസിന്റെയും ഒക്കെ നെയിം കൊടുക്കുമ്പോൾ അത് ക്യാമൽ കേസിലായിരിക്കണം. അതായത് ആ ഒരു എൻറ്റയർ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ, സ്മോൾ ലെറ്ററും പിന്നെ വരുന്ന വേർഡ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ. ഇനി നമ്മൾ ക്ലാസ്സസ് ആണ് എഴുതുന്നെങ്കിൽ അവിടെ പാസ്കൽ സ്കെയിൽ ഫോർമാറ്റിലാണ് വരേണ്ടത്. അതായത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി നമ്മൾ കോൺസ്റ്റന്റ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ലെറ്റേഴ്സും ഈ ഒരു അപ്പർ കേസിലായിരിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻസ് നിങ്ങൾ പ്രോപ്പറായി കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ട്രൈ
ട്രൈ ചെയ്യാന്നല്ല, മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അടുത്തത് നമ്മുടെ കോഡ് പ്രോപ്പർ ആയിട്ട് ഫോർമാറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ നിങ്ങളുടെ ടീമിൽ മൊത്തമായിട്ട് ഫിക്സ് ചെയ്യുക. എല്ലാവരും ഈ സെയിം എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് തന്നെ കോഡ് ഫോർമാറ്റ് ചെയ്യുക. സോ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റും റൂളും അവിടെ സെറ്റ് ആവും അല്ലേ. അടുത്ത ടിപ്പ്, മാജിക്കൽ നമ്പേഴ്സിനെയും സ്ട്രിങ്സിനെയും നിങ്ങളുടെ കോഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. എന്താണ് ഈ മാജിക്കൽ നമ്പേഴ്സ് ആൻഡ് സ്ട്രിങ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചില വാല്യൂസ് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ നമ്മൾ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഇക്വൽ ടു 17 കൊടുത്തു എന്ന് വിചാരിച്ചോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് 17 വയസ്സിൽ കൂടുതൽ വേണം. അപ്പൊ നാളെ എന്തുകൊണ്ടാണ് ഈ കൺസ്ട്രെയിൻ അവിടെ വെച്ചിരിക്കുന്നത്, 17 എന്താന്ന് പിന്നെ ഒരാൾക്ക് നോക്കും, അല്ലെ നമുക്ക് തന്നെ മനസ്സിലാവാതെ വരും. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ നെയിംഡ് ആയിട്ടുള്ള കോൺസ്റ്റൻസോ ഈനംസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അബ്സ്ട്രാക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള മാജിക്കൽ നമ്പേഴ്സിനെയും സ്ട്രിങ്സിനെയും നിങ്ങളുടെ കോഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു യൂസർ റോൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് പാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോള് ഡയറക്റ്റ് ആയിട്ട് അഡ്മിൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ ട്രൂ കൊടുത്തിരിക്കുക അല്ലെ. അപ്പൊ അതിന് പകരം രണ്ടാമത്തെ കോഡിൽ നമ്മളൊരു ഈനം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വരാവുന്ന ഓപ്ഷൻസ് എല്ലാം അല്ലെ കാറ്റഗറീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളെ ഒരു പ്രാവശ്യം എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് യൂസർ റോളാണ്, ഈ റോള് അഡ്മിൻ ആവുമ്പോഴാണ് ഇത് ട്രൂ റിട്ടേൺ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് നമ്പേഴ്സിനെയും നമ്മൾ കോൺസ്റ്റൻസോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈനംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള മാജിക് നമ്പേഴ്സിനെയും സ്ട്രിങ്സിനെയും നിങ്ങളുടെ കോഡിൽ യൂസ് ചെയ്യരുത്. ഇനി അടുത്തായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്, നമ്മളൊരു ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഫംഗ്ഷൻസ് ഷോർട്ടും ഫോക്കസ്ഡും ആയിരിക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ലാർജർ ഫംഗ്ഷൻസിന്റെ ഇഷ്യൂസ് പറയാം. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഫംഗ്ഷൻസ് ആവുമ്പോൾ നമുക്കത് റീഡ് ചെയ്യാൻ മനസ്സിലാവില്ല, അതിന്റെ ബേസിക് കോൺസെപ്റ്റ് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവാതെ വരും. രണ്ടാമത്തെ കേസ്, നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചു, ഇത് ഈ എൻറ്റയർ കോഡിനെ അഫക്ട് ചെയ്യും, ഡീബഗിങ് ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ഈ ലാർജ് ഫംഗ്ഷൻസ് ഒരു സ്പെസിഫിക് യൂസ് കേസിനെ ബേസ് ചെയ്തിട്ട് ഇത് ടൈറ്റ്ലി കപ്പിൾഡ് ആയിരിക്കും. ഫംഗ്ഷൻസ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ, അത് ഫംഗ്ഷന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഫംഗ്ഷൻസ് എപ്പോഴും ഷോർട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിൽ ഇതിനൊരു കോർ കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ. ഇതെന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള യൂസ് കേസ് ഉണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ കാര്യമേ അതിൽ ചെയ്യാവുള്ളൂ. അതായത് ഈ ഫംഗ്ഷൻ ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും അതിന്റെ ചേഞ്ചസിന് ഒരു സിംഗിൾ റീസണേ വരാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു യൂസർ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എടുക്കാം. അപ്പൊ അവിടെ നമ്മൾ യൂസർ ഡാറ്റ ഇൻപുട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസറിന്റെ ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്യും, എക്സിസ്റ്റിംഗ് ആണോ ചെക്ക് ചെയ്യും. അതിൽ നിന്ന് ഇപ്പൊ യൂസർ നെയിമിൽ നിന്ന് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫെച്ച് ചെയ്യണം, യൂസറിന്റെ ഏജ് ഫെച്ച് ചെയ്യണം. ഫൈനലി റിസൾട്ട് നമുക്ക് ആവശ്യമുള്ള പോലെ റിട്ടേൺ ചെയ്യണം. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്താണ്, ഈ യൂസർ ഡാറ്റ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ വാലിഡേഷൻസിനെയും അതുപോലെ നെയിം ഏജ് ഫെച്ചിങ്ങിനെയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോഡ് ചെക്ക് ചെയ്താൽ അറിയാം ഒന്നും കൂടെ റീഡബിൾ ആയില്ലേ. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഈസിയാണ്. ഇൻ കേസ് നെയിമിന്റെ പ്രോസസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ മാത്രം നമ്മൾ പോയി എഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്ടും ഫോക്കസ്ഡും ആയിട്ടുള്ള ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ സീനിയർ ആണെങ്കിലും ജൂനിയർ ഡെവലപ്പേഴ്സ് ആണെങ്കിലും. അതായത് ഡീപ്ലി നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻസ്. അതായത് ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും ഒരു ബഗ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു, അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ മിസ്സിംഗ് കൊണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യും, ആ എൻറ്റയർ കോഡിനെ ഒരു ഇഫ് കണ്ടീഷൻ വെച്ചങ്ങ് റാപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു കണ്ടീഷൻ വരുമ്പോൾ പിന്നെയും നമ്മൾ ഇഫ് കണ്ടീഷൻ വെച്ച് റാപ്പ് ചെയ്യും. അങ്ങനെയും നെസ്റ്റഡ് ആയിട്ടുള്ള ഇഫ് കണ്ടീഷൻസ് വന്നു കഴിയുമ്പോൾ ഇനി ഒരു നമ്മളോ അല്ലെങ്കിൽ മൂന്നാമതൊരാളോ നമ്മുടെ കോഡ് മോഡിഫൈ ചെയ്യേണ്ട ഒരു ടൈമിൽ ഇത് റീഡ് ചെയ്യുമ്പോൾ ഇത് എന്താ ഇതിന്റെ ലോജിക്ക്, ഈ ഓരോ ഇഫ് കണ്ടീഷനും എവിടെ എൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഈ ഹെഡ്സെറ്റിന്റെ ഒക്കെ വള്ളി ഇങ്ങനെ കുരുങ്ങി കിടന്നിട്ട് അത് അഴിക്കാൻ പാടുപെടൂല്ലേ, ആ ഒരു അവസ്ഥയായിരിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്ററും കൂടെ അത്ര കൊള്ളൂലാത്തതാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം തീർന്നു അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഈ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാറുള്ള, അതായത് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പൊ മാക്സിമം കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എയർലി റിട്ടേൺ പാറ്റേൺസ് ഫോളോ ചെയ്യുക. അതായത് നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻസ് ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ബിഗിനിങ്ങിൽ തന്നെ ഇതുപോലുള്ള എഡ്ജ് കേസസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണ്? ഇൻ കേസ് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം അല്ലെ ആ ഫംഗ്ഷനെ. അപ്പൊ ഈ കോഡ് നോക്കുക. അപ്പൊ റൈറ്റ് സൈഡിലെ കോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, അവിടെ കോഡ് ഫ്ലാറ്റർ ആയില്ലേ, അതായത് ആ ഫോൾസ് ആയിട്ടുള്ള കണ്ടീഷൻസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്തോളും. അപ്പൊ ഫർദർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ രണ്ട് ബെനിഫിറ്റാ ഉള്ളത്. ഒന്ന് റീഡബിലിറ്റി ഇൻക്രീസ് ആവും ഓഫ് കോഴ്സ്, രണ്ടാമത്തത് പെർഫോമൻസ് ഇംപ്രൂവ് ആവും. അതായത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് താഴെ വരുന്ന ഇപ്പൊ എന്തെങ്കിലും ഡാറ്റാബേസ് ഫെച്ചിങ്ങോ അങ്ങനെ നമ്മളെ സ്ലോ ആക്കുന്ന പോർഷൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത നെസ്റ്റഡ് കണ്ടീഷൻസിനെ പോലെ തന്നെ ഇഷ്യൂ ആണ് നെസ്റ്റഡ് കോൾ ബാക്ക്. ഇതിനെ നമ്മൾ കോൾ ബാക്ക് ഹെൽ ഓർ പിരമിഡ് ഓഫ് ഡൂം എന്ന് പറയും. അതായത് ഇപ്പൊ അസിൻക്രണസ് ഓപ്പറേഷൻസ് അത് ഡിപ്പെൻഡഡ് ആണെന്ന് വിചാരിച്ചു, അതായത് ഒന്നിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫയൽ റീഡ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് റിക്വസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിന്റെ കൊറി എക്സിക്യൂഷൻ. അപ്പൊ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൾ ബാക്ക് അനദർ കോൾ ബാക്കിന്റെ ഉള്ളിൽ എഴുതും. അങ്ങനെ ഒരു നെസ്റ്റഡ് ആയിട്ടുള്ള കോൾ ബാക്സ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ എഗെയിൻ എന്താണ്, റീഡബിലിറ്റി മാത്രമല്ല ഡീബഗിങ്ങും ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് ക്വറി വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ എവിടുന്ന് വന്നു, എന്താ ഇഷ്യൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവൂലേ. സിൻക്രണസിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോമിസോൾ യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അസിങ്കാൻ അവൈറ്റ് ആണ്. ഇത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് എഴുതിയിട്ട് അസിങ്കാൻ അവൈറ്റ് ത്രൂ നമ്മൾ ഇതിനെ കോൾ ചെയ്യുമ്പോൾ വൺ ആഫ്റ്റർ അനദർ എക്സിക്യൂട്ട് ചെയ്യും. റീഡബിലിറ്റിയും അതുപോലെ തന്നെ ഡീബഗിങ്ങും ഈസി ആയിട്ട് ഈ കേസിൽ നടക്കും. നിങ്ങൾക്ക് ഇൻ കേസ് ജാവാസ്ക്രിപ്റ്റിൽ അസിൻക്രണസ് ഓപ്പറേഷൻസിന്റെ ഡീറ്റെയിൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ട്യൂട്ടോറിയലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അറിയില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ ഇന്റർവ്യൂസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ അസിൻക്രണസ് ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ എത്രത്തോളം പ്രോപ്പർ ആയിട്ടുള്ള എറർ മെസ്സേജസ് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഡീബഗിങ് ഈസി ആവൂലേ. അതായത് ഏത് ഫംഗ്ഷനിലാണ്, എവിടെയാണ് എറർ, എന്താണ് എറർ എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ എറർ മെസ്സേജിനെ ത്രോ ചെയ്യുക. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിൽ ട്രൈ ക്യാച്ച് ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ PHP-യിലൊക്കെ ത്രോയബിൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇതുപോലെ ട്രൈ ക്യാച്ച് ബ്ലോക്ക് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ത്രോ ചെയ്യുന്ന എറേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള എറർ മെസ്സേജസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഇൻ കേസ് ഒരു യൂസറിന് എടുത്ത് നോക്കിയാൽ പോലും എന്താണ് എറർ എന്ന് മനസ്സിലാവണം. അത്രയും ക്ലീൻ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള എറേഴ്സ് നമ്മൾ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗേഴ്സും ആഡ് ചെയ്യാം കേട്ടോ, JS-ലൊക്കെ ആണെങ്കിൽ. പക്ഷെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കേസാണ് ഡ്രൈ പ്രിൻസിപ്പിൾ, ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. അതായത് ഇപ്പൊ നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, ഒരേ പാരഗ്രാഫ് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർ അടിക്കൂലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ റിഡൻഡന്റ് കോഡിംഗ് മാക്സിമം ഒഴിവാക്കുക. അതായത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുക. അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ടൈം കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതുക എന്ന് വിചാരിച്ചു. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഡാറ്റാബേസിൽ നിന്ന് വരുന്നിട്ടുള്ള ടൈം എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഇയർ മന്ത് ഡേറ്റ് എന്നുള്ള ഫോർമാറ്റ് അല്ലേ. നമ്മൾ നോർമലി JS-ൽ അല്ലെങ്കിൽ ഇന്റർഫേസിൽ കാണിക്കുമ്പോൾ DDMMYY ആയിരിക്കും. അപ്പൊ ഈ ഒരു കൺവേർഷൻ ഫംഗ്ഷൻ നമ്മൾ എൻ്റയർ പ്രൊജക്റ്റിൽ ആവശ്യമുള്ളതായിരിക്കും. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഈ കൺവേർഷൻ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു കോമൺ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നെയിം, അതായത് ഡേറ്റ് കൺവേർഷനോ എന്തെങ്കിലും കൊടുത്ത് ഈ ഡേറ്റ് കൺവേർഷൻ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളിടത്തു നിന്നെല്ലാം ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലോജിക്ക് ഒരു സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ സെയിൽസിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു കേസ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം തന്നെ ഡിഫറെന്റ് പേജസിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക, ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുമ്പോൾ എവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. അവിടെ എല്ലാം പോയിട്ട് ഈ ചേഞ്ച് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ടൈം വേസ്റ്റ് മാത്രമല്ല ഭയങ്കര ഇഷ്യൂവും വരും. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയാൽ നമുക്ക് കസ്റ്റമർ സൈഡിൽ നിന്ന് അതൊരു റീഓപ്പൺ പോലെ വന്ന് എസ്കലേഷൻ ഒക്കെ വരും അല്ലേ. അത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാണുന്ന കോഡിനെ എല്ലാം നിങ്ങൾ ഇങ്ങനെ ഒരു കോഡ് കണ്ടാൽ തന്നെ എന്ത് ചെയ്യുക, അതൊരു കോമൺ റീയൂസബിൾ കോമ്പോണന്റ് ആക്കുക. ഒരു ഫംഗ്ഷനോ അല്ലെ എന്തെങ്കിലും ഒരു റീയൂസബിൾ കോമ്പോണന്റ് ആയിട്ട് നിങ്ങൾ ആ കോഡ് മാറ്റി എഴുതാൻ ട്രൈ ചെയ്യുക.
നിങ്ങളൊരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ഡെവലപ്പേഴ്സിന്റെ ഇന്റർവ്യൂവിന് ലോജിക്കൽ തിങ്കിങ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ കോഡിംഗ് പാറ്റേണും. അപ്പോൾ നമ്മൾ ഏറ്റവും നീറ്റ് ആയിട്ട് ഏറ്റവും ഷോർട്ട് ആയിട്ട് അതുപോലെ തന്നെ ലെസ് കോംപ്ലക്സ് ആയിട്ട് റീയൂസബിൾ ആയിട്ട് കോഡ് എഴുതുമ്പോൾ അവരെ ഒന്നും കൂടെ ഇംപ്രസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ റിസൈൻ ചെയ്തിട്ട് പോവുകയാണെങ്കിലും നമ്മൾ എഴുതിയ കോഡ് അവിടെ തന്നെ ഉണ്ടാവൂല്ലേ. നമ്മൾ എഴുതിയ കോഡ് കാരണം നമ്മുടെ കോഡ് ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ ഒരു ജൂനിയേഴ്സിനൊക്കെ എന്തിനാ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കോഡ് എഴുതാൻ ട്രൈ ചെയ്യുക. അപ്പൊ നമ്മൾ പോയാലും നമ്മുടെ ആ പേര് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഡെവലപ്പർ ലോജിക്ക് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമായിരുന്നു, അതിന്റെ കൂടെ തന്നെ അവരുടെ കോഡും നീറ്റ് ആയിരുന്നു, അങ്ങനെ ഒരു പേര് നമുക്ക് എന്നും ഉണ്ടാവും. അപ്പൊ അതിന് ട്രൈ ചെയ്യാട്ടോ. ആദ്യം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം നിങ്ങളുടെ കോഡിൽ വന്നോളും. ആ ഒരു പാറ്റേൺ നിങ്ങളുടെ കോഡിങ്ങിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്റെ സീനിയേഴ്സിന്റെ അടുത്ത് നിന്ന് പഠിച്ചതും അതുപോലെ തന്നെ എന്റെ ഒരു 5+ ഇയേഴ്സ് കോഡിംഗ് ജേർണിയിൽ ഞാൻ സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഫ്രീ ആയിട്ട് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പറയാ, നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ പാറ്റേൺസും അതുപോലെ നിങ്ങൾ സോളിഡ് പ്രിൻസിപ്പിൾസ് എന്ന് കേട്ടിട്ടില്ലേ. സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ, SRP, ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ, ഡിപെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ, ഓപ്പൺ ക്ലോസ്ഡ് പ്രിൻസിപ്പിൾസ്. അപ്പൊ ഈ ഒരു സോളിഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്തടുത്ത വീഡിയോസിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കോഡിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്